പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് സ്നേഹനാഥനായ ഈശോയെ, 3 മണി സമയം ഞങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ സമയമാണ്. കാൽവരിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത സമയം. തിന്മയുടെ ശക്തികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാവരെയും നിത്യരക്ഷയ്ക്ക് അവകാശമാക്കിയെടുത്ത് അത്ഭുതകരമായ നിമിഷം ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത ആ വലിയ കൃപകൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകം മുഴുവനെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ 3 മണി സമയത്ത് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രാഭവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. അവിടുത്തെ പ്രാഭവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം ധ്യാനിച്ചുകൊണ്ട് 1 മണിക്കൂറിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിലമതിക്കുന്നതുമായ വ്യക്തികൾ നമ്മൾ ഒരു രീതിയിലും തിരിഞ്ഞു നോക്കാതെ അവരുടെ തോന്നിവാസമൊക്കെ ജീവിക്കുമ്പോൾ അവരെയൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത് കാണാൻ പറ്റും. ഒത്തിരിയേറെ മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ ജീവിതത്തിൻ്റെ വലിയ ഭാഗം മുഴുവനും അവർ ത്യാഗം ചെയ്ത് ജീവിച്ചു തീർത്ത എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് അവർ ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോൾ അതിന് വിപരീതമായ മക്കൾ പെരുമാറുമ്പോൾ ഏറ്റവും അധികം സങ്കടപ്പെടുന്ന മാതാപിതാക്കളെ കാണാൻ പറ്റും. അത് പ്രിയപ്പെട്ടവരായിരിക്കും, ജീവിത പങ്കാളിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ച് ആ മക്കൾ മാതാപിതാക്കളെക്കുറിച്ച് അപ്രകാരം ചിന്തിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ പെരുമാറാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ അസ്വസ്ഥതയുണ്ട്. എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നരകിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയുള്ള അവസ്ഥകൾ? ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം, അവിടെ ദൈവം മനുഷ്യവംശത്തെ സൃഷ്ടിച്ചു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും തൻ്റെ ദൈവിക ചൈതന്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യവംശം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം ആഗ്രഹിക്കുന്നതിന് വിപരീതമായി പാപം ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ആദിമാതാപിതാക്കളെ പാപം ചെയ്തു. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് പാപം ചെയ്ത് പാപം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയെന്നാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്ന് അവൻ്റെ ഹൃദയത്തിലെ
ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവൻ്റെ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അതായത് ഞാൻ മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന ദൈവത്തെ കാണാൻ പറ്റും. അടുത്ത വചനം പറയുന്നത് അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ നമ്മൾ ദുഷ്ടത മൂലം നമ്മുടെ ജീവിതത്തെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നോക്കി ദൈവം സങ്കടപ്പെടും. ഇത്രമാത്രം. അതായത് അതിന് ശേഷം ദൈവം എടുക്കാൻ പോകുന്ന ഉറച്ച തീരുമാനം ഈ ലോകത്ത് താൻ സൃഷ്ടിച്ച ലോകത്തെ മുഴുവനും പൂർണ്ണമായും ഇല്ലാതാക്കുക. അപ്രകാരം ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം വേദനയും നൊമ്പരവുമായിരിക്കുന്നു ഈ ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവം അനുഭവിച്ച വേദന, കാരണം അത്രമാത്രം ശ്രേഷ്ഠമായി കരുതി എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി പരിപാലിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ദൈവത്തെ എല്ലാം ഉപേക്ഷിച്ച് അവരുടെ ഉള്ളിൽ പരിശുദ്ധിയും അതുപോലെ തന്നെ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം കൈവെടിഞ്ഞ് അവരുടെ ഉള്ളിൽ ദുഷ്ടത കൊണ്ട് നിറച്ചു. അത് കണ്ടിട്ടാണ് ദൈവം ഇത്രമാത്രം പരിതപിച്ച് ഞാനിവരെ സൃഷ്ടിച്ചല്ലോ എന്നോർത്ത്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ആ ഒരു വലിയ തീരുമാനത്തിന് മാറ്റം വരുന്നത് ദൈവം നോഹയുടെ ജീവിതത്തെ ശ്രദ്ധിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായിരുന്ന ആ നോഹയെ കണ്ടിട്ട് ദൈവം നോഹയിലൂടെ എല്ലാവരെയും പൂർണ്ണമായി നശിപ്പിക്കാതെ അവരെ വീണ്ടെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ വീണ്ടും നമുക്ക് എപ്രകാരം സംപ്രീതി നേടിയെടുക്കാം എന്നുള്ളത് കൃത്യമായ വചനം പഠിപ്പിക്കുന്ന കാര്യം. അതായത് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ച് ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാകാൻ തുടങ്ങുന്നുണ്ടോ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രിയപ്പെട്ടവരായിട്ട് മാറും. വചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനെ കുറിച്ച് വചനം പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ വ്യക്തി, ഏറ്റവും അടുത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ദാവീദ് രാജാവിനെ കാണുന്നത്. കാരണം അത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിതത്തെ നയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. വീണ്ടും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറയുന്ന കാര്യം, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറയെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപയുമാണ്. അതായത് മനുഷ്യൻ മാതാപിതാക്കളിലൂടെ കടന്നു പോകുന്ന ദുഷ്ടതയുടെ ആ ഒരു വലിയ ബന്ധനമെല്ലാം മാറ്റിവെച്ച് തൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവിക ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. അതുകൊണ്ട് മാലാഖ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒന്ന് പറയുന്ന കാര്യമാണ്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. വീണ്ടും ഈശോയുടെ മാമോദിസായുടെ സമയത്ത് ഈശോയുടെ മാമോദിസ കഴിഞ്ഞ് ഈശോ വെള്ളത്തിൽ നിന്ന് കയറുന്ന സമയത്ത് സ്വർഗം തുറന്ന് പറയുന്ന കാര്യം ഇതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ, മനുഷ്യൻ്റെ ജീവിതത്തിലെ തിന്മകൾ കണ്ടിട്ട് ഇവനെ സൃഷ്ടിച്ചു പോയല്ലോ എന്നൊന്ന് പരിതപിക്കുകയും അതേ സമയത്ത് ദൈവത്തിൻ്റെ സംപ്രീതിക്ക് പാത്രമാകുന്ന വ്യക്തികളെയും കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാവുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എപ്രകാരമാണ്? ദൈവത്തിന് സന്തോഷം നൽകുന്ന വ്യക്തികളാണോ, അതോ നമ്മളെ ഓർത്ത് വേദനിക്കുന്ന ദൈവത്തെയാണോ നമ്മൾ കണ്ടുമുട്ടുക? നമ്മുടെ ആത്മീയതയിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ എന്നെ സമാധാനിപ്പിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, കരുതുന്ന ആ ദൈവത്തിന് സങ്കടമാണോ സന്തോഷമാണോ ഞാൻ നൽകുന്നത്? അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കരുണ, ഒരിക്കലും അവസാനിക്കാത്ത കരുണയെക്കുറിച്ച് ധ്യാനിച്ച് ആ കരുണയിൽ ആശ്രയം വയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് പറഞ്ഞ കാര്യമാണ്, വിശുദ്ധ ഫൗസ്റ്റിനായി വെളിപ്പെടുത്തിയ കാര്യമാണ്, ഞാൻ കരുണയുള്ള ദൈവമാണ്. വചനത്തിലും നമ്മൾ കാണുന്നത്
കരുണയുള്ള ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു. അതായത് ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുന്ന കാര്യമാണ്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ മാറിപ്പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. ഒരു മാറ്റവുമില്ലാതെ നമ്മളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക് തിരിച്ചു വരാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഇന്ന് ദിവ്യകാരുനാഥൻ്റെ സന്നിധിയിലായതുകൊണ്ട് നമുക്കൊന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. പാപത്തിൻ്റെ വലിയ സുഖത്തിൽ ഒത്തിരിയേറെ നീറി ജീവിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഈശോയെ വീണ്ടും നിന്നെ വേദനിപ്പിക്കാതെ നിന്നെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ജീവിതങ്ങളായി മാറ്റുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായ കർത്താവിന് കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിച്ചതും ചിന്തിച്ചതുമായ ആ സന്ദേശത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്നെ പ്രീതിപ്പെടുത്തുന്ന ജീവിതങ്ങളാണോ അതോ വേദനിപ്പിക്കുന്ന ജീവിതങ്ങളാണോ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. ഒത്തിരിയേറെ പാപത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഈശോയെ, നിമിഷം ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളിൽ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ഒത്തിരിയേറെ മാതാപിതാക്കളും മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. അവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനും ഈശോയെ നിന്നോട് ചേർന്ന് ജീവിക്കുന്നത് കാണാനും ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ശുശ്രൂഷിക്കുന്നവരായ മക്കൾ മാറണം, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ മക്കൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടാതെ വരുമ്പോൾ, അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ ഒത്തിരിയേറെ വേദനകളും നൊമ്പരങ്ങളും വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സ് സൂക്ഷിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന സാഹചര്യങ്ങളിൽ അങ്ങയുടെ ആത്മാവിനാൽ അവരെ നിറച്ച് നന്നായ പരീക്ഷയ്ക്ക് ഒരുങ്ങി ഉന്നത വിജയം നേടുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഭക്തിയോടെ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.